പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ചേച്ചിമാര് ചേട്ടന്മാര് ശ്രദ്ധിക്കണം. വെള്ളച്ചാട്ടത്തിലോട്ടൊന്ന് നോക്കിക്കേ. എല്ലാവർക്കും ട്രേസ്പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സൂര്യനാരായണൻ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സത്യനാരായണൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഇതുണ്ടോ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നൊരു യാത്ര തന്നെയാണ് പോകാൻ പോകുന്നത്. പക്ഷേ എന്നും നമ്മൾ മലയോരവും താഴ്വാരങ്ങളും പള്ളിയും അമ്പലങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്ന് അതിനേക്കാൾ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അവിടെ നമുക്ക് കാണാം. നമ്മൾ രാവിലെ 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ആവാനായിട്ട് വണ്ടിയൊക്കെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടാണ് ഇപ്പോൾ വണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. കുറേ നേരം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാ നോക്കിക്കോളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശമൊക്കെ കണ്ട് പേടിച്ചു പോയോ? ഞാനും പേടിച്ചു പോയി. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതുണ്ടോ, കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് വീഴാതിരിക്കാൻ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് തൂവൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് ഇരട്ടയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടൊക്കെ ഇറങ്ങണം നമുക്ക്. അപ്പോൾ ഇവിടെ കുറേ വിശേഷങ്ങൾ ഇനി ഇരിക്കുന്നു. നമുക്കതൊക്കെ തപ്പി കണ്ടുപിടിച്ച് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറവശം ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഈ വെള്ളമില്ലേ, ഇത് എവിടുന്നാണ് വരുന്നതെന്നറിയാമോ? ഇത് നെടുങ്കണ്ടം കല്ലാറിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇതുകൊണ്ട് അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അത്യാവശ്യം നല്ല വെള്ളമാണ്, കുടിക്കാനൊക്കെ പറ്റുന്ന വെള്ളം, നല്ല അടിപൊളി വെള്ളം. ആ പുഴയിൽ നിന്ന് വെള്ളം വന്നാണ് ഇവിടെ വെള്ളച്ചാട്ടമായി മാറുന്നത്. എന്ത് രസമല്ലേ? വെള്ളച്ചാട്ടത്തിലോട്ട് പോയാലോ? സൂക്ഷിച്ച് വരണം, തെന്നെയൊന്നും പറഞ്ഞേക്കല്ലേ. മീനുണ്ടോ ആവോ? കാണുമായിരിക്കും അല്ലേ? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഇതുണ്ടോ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഇരുമ്പിൻ്റെ ഇടണ്ട, നിങ്ങൾക്ക് ഇവിടെ സേഫായിട്ട് വരാവുന്നതാണ്. പിന്നെ ഇവിടെ എൻ്റെ മോന്തയ്ക്ക് തന്നെ മഞ്ഞിങ്ങനെ അടിക്കുകയല്ലേ, മഞ്ഞിങ്ങനെ അടിക്കുന്ന പോലെ ഭയങ്കര മഞ്ഞിങ്ങനെ അടിക്കുകയാണ്, മോന്തയ്ക്കിട്ട് അടിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ എ സി റൂമിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെയാണ്, നല്ല രസമാണ്, അടിപൊളിയാണ് ഇവിടെ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ ഒരു അത്യാവശ്യം ഇവിടെ ഉള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. പിന്നെ താഴെ പോയാണ് അടിപൊളി വ്യൂ കാണും. പിന്നെ ഇവിടെ നല്ല കാട്ടുന്നുണ്ടോ, എൻ്റെ ഷർട്ടൊക്കെ പറക്കുന്നുണ്ടോ, നല്ല സൂപ്പറാണ്, കിട്ടില്ല മാരണമാസ്. ഞാനൊരു ന്യൂസ് കേട്ടോ. എന്താന്ന് പറയട്ടെ, ഇവിടെ കുറേ ചേട്ടന്മാർ വന്ന് ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ ഈ ഞാനിപ്പോൾ കയറിയ പാലമില്ലേ, ഇതിലൂടെ സ്റ്റണ്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര അപകടങ്ങളല്ലേ, താഴോട്ടെങ്ങാനും വീണ പൊടി പോലും കിട്ടുമല്ല. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കണ്ടോ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കി, ആ താഴോട്ടെങ്ങാനും വീണ, ആ ചേട്ടന്മാരെങ്ങാനും താഴോട്ട് വീണ ഹനിസ്പ്രേ പോലെ ആയിപ്പോവും, ഒരു പൊടി പോലും കണ്ടെടുക്കാനില്ല. നമുക്ക് താഴോട്ട് പോയാലോ? അപ്പം എന്നോട് പോരുമല്ലേ? അവിടെയും വിശേഷങ്ങൾ ഇനിയും കിടക്കുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അവിടെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തെത്തിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയാ, വെള്ളച്ചാട്ടം നോക്കിയാൽ എന്ത് ഭംഗി നോക്കിയേ. ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. നിങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ നല്ല സൂപ്പറായിട്ട് കാണും. എത്ര വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു വ്ളോഗിൽ എനിക്ക് 2 കൂട്ടുകാരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണോ, ഇത് കുഞ്ഞമ്മ. അവരുടെ വീട് ഇവിടെ എടുത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. ഇനി എൻ്റെ യാത്ര ഇവരുടെ കൂടെയാണ്. പക്ഷേ പിന്നെ കുഞ്ഞമ്മ നല്ല ശരിക്കും പേര് അയോണ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ഇരിക്കാം, അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളോട്ട് പോകാം.
അവിടെ കണ്ടോ ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്നോളം കണ്ടോ, നമ്മൾ അവിടെ പറയുന്നു പോകും. അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ അവിടെ കാണും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുളിക്കാവുന്നൊക്കെയാണ്. പക്ഷേ ഭയങ്കര തെറ്റിലൊക്കെ ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ചേക്കണം. പിന്നെ അവിടെ വലിയൊരു കായമാണ്, പിന്നെ അവിടെയും കായമാണ്, പിന്നെ അവിടെയും കായമാണ്. ഏകദേശം 4 കായങ്ങളുണ്ട്. കുറച്ച് പേരുടെ ജീവൻ ഇവിടെ പോയിട്ടുണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. അതവർ സൂക്ഷിക്കാത്തതുകൊണ്ട് കയത്തിൽ വീണ് മരിച്ചതാണ്. പ്രകൃതിയൊക്കെ നോക്കി എന്ത് ഭംഗിയെന്നൊക്കെ. നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് പ്രകൃതിയെ ബഹുമാനിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. പറഞ്ഞില്ലേ കുറച്ച് പേർക്ക് അപകടം ഉണ്ടായിരുന്നു, അത് ആ കയത്താട്ടോ. നിങ്ങളും വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ആ കയത്തൊന്നും പോയി നീന്തിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇരിക്കുന്ന മരം ഏതാണെന്നറിയാമോ? ഈ മരം ചെമ്പകമാണ്, ചെമ്പകം. ഇതിന് അത്രയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല. നിങ്ങൾ അറ്റത്തൊന്നും പോയി എഴുന്നേക്കരുത് വരുവാണെങ്കിലും. അപ്പൊ നമുക്ക് മുകളിലോട്ട് പോയാലോ? പതിയെ ഇറങ്ങണം, ഇല്ലെങ്കിൽ പടക്കവാന്ന് പറഞ്ഞ് തെന്നി അടിച്ചു പോകും. ഇതെന്താണെന്നറിയാമോ? നമുക്ക് മിക്ക വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അറിയാത്തവർക്ക് വഴിയാ പറയാട്ടോ. ഇതിൻ്റെ പേരാണ് കുടംപുളി. നല്ല കയറ്റമാണ്, കുത്തി കുത്തി ചെയ്യാൻ പോകുന്നത്. സൂര്യ യു കാൻ ഡു ദിസ്. സൂക്ഷിച്ചു വേണം നടക്കാൻ. നമ്മുടെ അപ്പുറത്ത് താഴെ വെള്ളച്ചാട്ടം ഒഴുകുകയാണ്. നമ്മൾ കയത്തിൻ്റെ അടുത്തെത്തിപ്പോൾ. വെള്ളച്ചാട്ടത്തിലുള്ള പകുതിയോളം എത്തിയിരിക്കുകയാണ്, നോക്കിയേ. അപ്പോൾ ഇത് ട്രക്കിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലം. സത്യം പറയണം, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കണം നടക്കാൻ. നിങ്ങൾ വരുമ്പോഴും ഭയങ്കര കാട് പിടിച്ച് കിടക്കുക. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഒരു കൊടംപുളി എന്ന് പറഞ്ഞ്, അത് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എനിക്ക് പറിച്ചു തന്നു. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ഭയങ്കര ടേസ്റ്റ്. അത് കുരുവാണിത്. ഇവിടെ പണ്ടുണ്ടല്ലോ, ഇവിടെ പണ്ട് കുറേ ആൾക്കാർ വന്ന് താമസിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴും ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ. അവരൊക്കെ 1960കളിൽ വന്നവരാണ്. അതോ ഈ സ്ഥലത്തു നിന്നല്ല, വേറെ വേറെ സ്ഥലത്തു നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളും കാടൊക്കെ കയറി ആനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് ഇവരെ വന്നവർ ഏറുമാടത്തിലായിരുന്നു താമസം. ഏറുമാടം വന്നാന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഇപ്പോൾ ട്രീ ഹൗസ് എന്ന് പറയുമല്ലോ, അതാണ് ഏറുമാടം. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഞാൻ ഇതിൽ നിന്ന് തൊട്ട് നോക്കട്ടെ. നല്ല തണുപ്പാണ്, നോക്കാതെ തിളക്കുന്നത്. കുറേ പേര് വന്നെന്ന് പറഞ്ഞില്ലേ. അവരൊക്കെ വന്നത് ഏറ്റവും കൂടുതൽ പേര് ഇവിടെ വന്നത് മുണ്ടക്കയം പാല എന്നീ സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു അപ്പൂപ്പനെ പരിചയപ്പെട്ടു. അപ്പൂപ്പൻ പറഞ്ഞത്, അപ്പൂപ്പൻ പണ്ട് 10 ഏക്കർ വാങ്ങിച്ചിരുന്നു. അതിന് എത്ര രൂപയെന്നറിയോ? അന്ന് 400 രൂപയായിരുന്നു 10 ഏക്കറിന്. പണിക്കൂലി വെറും 2 രൂപ. അതുകൊണ്ട് കഞ്ഞിയും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ബസ്സൊന്നും ഇല്ലായിരുന്നു. നമ്മളാ മേഖലയിൽ കണ്ടില്ലേ, അവിടെ പോലും ബസ്സില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇവിടെ ബസ് കുറവാണ്. നമ്മുടെ അയ്യപ്പൻകോവിൽ വരെ പണ്ട് ബസ്സുള്ളായിരുന്നു. അവിടെ 4 മണിക്ക് നടന്നാൽ 10ൻ്റെ ബസ് കിട്ടും. അയ്യോ, വെള്ളത്തിൻ്റെ മറ്റേ മഞ്ഞ് പോലെ ഇങ്ങനെ അടിക്കുകയാണ് ദേഹത്തോട്ട്. നല്ല കുളിർമ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റ് പോലും നടക്കാൻ പറ്റുകയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ത്രെഡ്മില്ലുണ്ടല്ലോ, ആണോ തേങ്ങ ഒരേ കളിക്കുന്നത്. പിന്നെ ചെരുപ്പൊക്കെ ഉണ്ട്, ചെരുപ്പ്. ആരാണോ ഈ വെള്ളച്ചാട്ടം വൃത്തികേടാക്കുന്നത്? മഞ്ഞ് പോലെ അടിക്കുന്നത് നല്ല പോലെ. പിന്നെ നമ്മുടെ ഇവിടെ പണ്ടിവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കറണ്ട് വന്ന 1994-ലാണ്. അതിനു മുന്നേ ഇവിടെ റാന്തൽ എന്ന് പറഞ്ഞൊരു വിളക്കായിരുന്നു യൂസ് ചെയ്തത്. ഈ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ പഞ്ചസാര, മണ്ണെണ്ണ, അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചുമന്നിട്ടാണ് വരുന്നത്. എന്താ അല്ലേ? നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു പൊത്ത് കണ്ടോ? അവിടെ ഒരു ചെറിയൊരു പൊത്തുണ്ട്, വെള്ളം അടിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിലും ഇവിടെ വെള്ളത്തിനൊന്നും ചൂട്ടിക്കരുത്, തെന്നി വീഴും. നിങ്ങളിവിടെ ഈ വെള്ളമൊന്നും ഇല്ലാത്ത ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടുന്ന്
വെള്ളം ഇങ്ങോട്ട് ചെറിയ തുള്ളികളായിട്ടിരിക്കും. ഇതുണ്ടോ എൻ്റെ ഷർട്ട ചെറിയ തുള്ളികളായിട്ടുണ്ട്. പക്ഷെ ക്യാമറ കാണാൻ പറ്റൂല. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ദാണ്ടേ തേങ്ങ എടുക്കാൻ നോക്കുന്നു. അടിപൊളി. തേങ്ങയുമായിട്ട് മത്സരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 തേങ്ങയും ഒരു ചേട്ടനും. ഒരു തേങ്ങ കിട്ടിയിരിക്കുന്നു. പക്ഷേ കിട്ടി. തേങ്ങ ഇനി എടുക്കാൻ പറ്റില്ലെന്ന് ആ ചേട്ടൻ അറിഞ്ഞെന്ന് തോന്നുന്നു. ഭയങ്കര ആഴമുണ്ടെന്ന് ആ ചേട്ടൻ പറയുന്നു. അയ്യോ കമ്പ് വരെ മുങ്ങിപ്പോയി എൻ്റെ അമ്മോ. നമുക്ക് മേലോട്ട് കയറിയാലോ? നാടെ അവിടെ കുറേ പേര് പോകുന്നുണ്ട്. പൊന്നൂട്ട നാടെ കയറുന്നു. പൊന്നുവേ പതിയെ പോടാ. എൻ്റെ അവിടെ താഴോട്ട് നോക്കി എനിക്ക് തന്നെ പേടിയാണ്. ഞാൻ പതിയാണ് കയറി വരുന്നത്. പിന്നെ ഈ ഓസ കണ്ടോ നിങ്ങൾ? ഈ ഓസയിലാണ് താഴത്തെ വീടുകൾക്കെല്ലാം വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് മേളിലെത്തിയിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കി നിങ്ങൾ അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ് പോലെ അടിക്കുന്നത് ചെറുതായിട്ട്. പക്ഷേ ഇത് നല്ലപോലെ മഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം കണ്ടു. നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടത്തിൽ ദാണ്ടൊരു തൂവൽ കിടക്കുന്നു. ഈ തൂവല് പോലല്ലേ അത് കാണാൻ. അപ്പൊ നിങ്ങൾ ഈ തൂവലും ആ വെള്ളച്ചാട്ടം ഒന്ന് നോക്കിയേ. സെയിം ആയിട്ടല്ലേ നോക്കിയേ. ഈ തൂവല് ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെയല്ലേ അവിടെ ആ വെള്ളം വീഴുന്നത്. എന്ത് രസമാണെന്നറിയോ അവിടെ നിൽക്കാൻ. ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. ട്രക്കിങ്ങിന് പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ സത്യം പറയാം, ട്രക്കിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ ചേട്ടന്മാരും ശ്രദ്ധിക്കണം. നിങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ അവിടുന്ന് ഷൂവും ചെരുപ്പും എല്ലാം ഒന്ന് ഊരിയിട്ടിട്ട് വരണം. ഭയങ്കര സ്ലിപ്പിംഗ് ആണ് കേട്ടോ. കൂട്ടുകാരും പൊന്നും കൂടെ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറേ ഗുഹകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ഗുഹയില്ലേ, ആ ഗുഹയുടെ അടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ഗുഹ. നോക്കിയാത്തോട്ടങ്ങ് നോക്കിയാൽ അങ്ങ് അവിടെ ഒരു അരിവ് പോലെ വെള്ളം വീഴുന്നുണ്ട്. അത് ആ ഇടുക്കുന്ന വരുന്ന വെള്ളമാണത്. അടിപൊളി സ്ഥലമാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ അതുണ്ടോ എൻ്റെ പുറകിലൊരു നല്ല സൂപ്പർ വ്യൂ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നമ്മളവിടെ ഏറ്റവും കണ്ടാൽ നമ്മൾ കയറി ഇങ്ങനെ നോക്കി ഇങ്ങോട്ട്. നല്ല രസമല്ലേ കാണാൻ? ഇതാണോ വെള്ളച്ചാട്ടം കണ്ടോ? എനിക്ക് പേടിയാവുന്നു കേട്ടോ. അവിടെ നിന്നെങ്ങാണ്ട് നമ്മൾ അവിടുന്ന് എത്തിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇത്തിരിയൊക്കെ കണ്ടുള്ളൂ. ഇപ്പം നിങ്ങൾ നേരമണം കണ്ടില്ലേ? മേലെ വരെ വന്നു. നമുക്ക് താഴോട്ടിറങ്ങാം. എന്നിട്ട് നമുക്ക് അവിടെ പോയി കുളിക്കാം. വാ. നിങ്ങൾ സത്യം പറ, നിങ്ങൾക്ക് ഇവിടെ കുളിക്കാൻ കൊതിയാവുന്നില്ലേ? എനിക്ക് കൊതിയാവുന്നുണ്ട്. നിങ്ങൾക്ക് കൊതി തോന്നുന്നുണ്ടെങ്കിൽ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ. നല്ല സൂപ്പറാണ് ഇവിടെ നമ്മുടെ വീട്ടിലെ ഷവർ അതിനേക്കാളൊക്കെ നല്ല പൊളിയാണ് ഇവിടെ കാണാൻ. അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. വെള്ളച്ചാട്ടം കിട്ടുന്നില്ല. എൻ്റെ മോനിക്കാണ് എൻ്റെ കൈയൊക്കെ നനഞ്ഞു പോയി. പിന്നെ അവൾ ഇപ്പുറത്തെത്തി. നല്ല ഇതുണ്ട് കേട്ടോ. ഭയങ്കര പാലുണ്ട്, തെറ്റലൊക്കെ ഉണ്ട്. അത് സൂക്ഷിച്ച് വരണം. സൂക്ഷിച്ചാൽ നമുക്കൊന്നും പറ്റിയാല. ആയാലും ഞാൻ ഇവിടെ കയറി കുളിച്ചിട്ടാ പോവും. ആരെങ്കിലും വന്നാ ഇവിടെ കുളിക്കാതെ പോവോ? ഈ സ്ഥലത്ത് നിന്ന് കുളിക്കാതെ പോവുകയല്ല. വെള്ളച്ചാട്ടത്തിലോട്ടൊന്ന് നോക്കിക്കേ. ആരെങ്കിലും ഇവിടെ വരാതിരിക്കുവോ? നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞു. നല്ല എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അടിപൊളി. ഇവിടെ മഞ്ഞുവെള്ളം എന്റെ ദേഹത്തോട്ടടിക്കുന്നു. നമ്മുടെ ഇടുക്കിയിലുള്ള എല്ലാം അടിപൊളിയല്ലേ? ഓക്കെ, നമ്മൾ തൂവൽ വെള്ളച്ചാട്ടം ഒന്ന് നോക്കിയേ. വെള്ളം പറയാൻ സമ്മതിക്കുന്നില്ല. വെള്ളം ദേഹത്തോട്ടിരിക്കുമ്പോൾ ഒരു തണുപ്പാണ്, ഒരു കുളിർമയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി.
നിങ്ങളും അങ്ങോട്ട് തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടോ, അടിപൊളി സ്ഥലമാണ്. കുടിയേറ്റ കർഷകരുടെ നാട്ടിലെ ഈ ഭംഗിയുള്ള സൗന്ദര്യമുള്ള വെള്ളച്ചാട്ടത്തിനോട് നമുക്ക് തൽക്കാലം ഒരു വിട പറയാം. നിങ്ങളും ഉറപ്പായിട്ടും കൊണ്ട് പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ് പോരുത്, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൽക്കാലം സൈനിങ് ഓഫ് സൂര്യനാരായണ്. ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.